ബ്രൂവറി വിഷയം സിപിഎമ്മിന് വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നത്. പക്ഷേ അതിലും വലിയൊരു പ്രതിസന്ധി സ്വന്തം മുന്നണിയിൽ തന്നെ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി ബ്രൂവറി വിഷയത്തിൽ സിപിഐ നിലപാട് മാറ്റുകയാണ്. ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയായി. പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് നേതൃത്വം എക്സിക്യൂട്ടീവിൽ തുറന്നു പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതായി മന്ത്രിമാരും വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്, പ്രാദേശിക പ്രതിഷേധങ്ങൾ. ഇപ്പോൾ മുന്നണിയിൽ നിന്നു തന്നെ ബ്രൂവറി വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. പാരിസ്ഥിതിക വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കുന്ന നയസമീപനങ്ങൾക്ക് കടകവിരുദ്ധമാണ് ജലചൂഷണം ഉറപ്പായ മദ്യശാല വിഷയത്തിൽ എടുത്തതെന്ന വിമർശനമാണ് സിപിഐക്കുള്ളിൽ ഉയർന്നത്. സിപിഐയുടെ 4 മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. മന്ത്രിസഭാ യോഗത്തിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറിയോട് മന്ത്രിമാർ ഇക്കാര്യത്തിലെ പാർട്ടി നിലപാട് തേടിയിരുന്നു. ബിനോയ് വിശ്വം പച്ചക്കൊടി കാട്ടിയതോടെയാണ് മന്ത്രിസഭായോഗത്തിൽ പൊതു തീരുമാനത്തിനൊപ്പം സിപിഐ മന്ത്രിമാരും നിന്നത്. പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന സ്വയം വിമർശനാത്മക നിലപാടാണ് സിപിഐ എക്സിക്യൂട്ടീവിൽ നേതൃത്വം സ്വീകരിച്ചത്. മന്ത്രിസഭായോഗത്തിൽ ജലചൂഷണത്തിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്ന് മന്ത്രിമാരും എക്സിക്യൂട്ടീവിൽ വ്യക്തമാക്കി. ജലചൂഷണം ഉണ്ടാകില്ലെന്ന് എക്സൈസ് മന്ത്രി ഉറപ്പു നൽകിയതായി സിപിഐ മന്ത്രിമാർ പറഞ്ഞു. എന്നാൽ പറ്റിയ തെറ്റ് തിരുത്തണമെന്ന അഭിപ്രായമാണ് എക്സിക്യൂട്ടീവിലുണ്ടായത്. തുടർന്നാണ് ബ്രൂവറി വേണ്ടെന്ന പാർട്ടി നിലപാട് മുന്നണി നേതൃത്വത്തെ അറിയിക്കാൻ ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തിയത്. സിപിഐ പാലക്കാട് ജില്ലാ ഘടകം പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൂടി കണക്കിലെടുത്താണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് മാറ്റം. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് സ്വീകരിച്ച സിപിഎമ്മിനും സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് സിപിഐയുടെ ഈ നയമാറ്റം ഉണ്ടാക്കുക. പ്രതിപക്ഷത്തിനും ഇത് കൂടുതൽ ഊർജം നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഈ ബ്രൂവറി സർക്കാരിന് വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ടായിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സിപിഐ മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷിയാണ്. അവരൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ സർക്കാരിനുണ്ടാവുന്ന ഒരു ഇമേജ് ഇഷ്യൂ ഉണ്ട്. സ്വാഭാവികമായും സർക്കാർ ഇത് വലിയൊരു പ്രസ്റ്റീജിയസ് പരിപാടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ സിപിഐ, നമുക്കറിയാം കുറച്ചു കാലമായി തന്നെ സിപിഐ പല കാര്യങ്ങളും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് മുന്നണിക്കകത്തൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. ശരിക്കും ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ഈ ബ്രൂവറി വിഷയത്തിൽ. ഗുഡ് മോർണിംഗ് ശ്രീജ. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം സഭയ്ക്കകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയായിരുന്നു. സഭയ്ക്ക് പുറത്തും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് മുന്നണിയുടെ തന്നെ ഭാഗമായ സിപിഐ വലിയ തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നിലപാട് മാറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് സർക്കാരിനെ ചില്ലറയായിട്ടൊന്നുമായിരിക്കില്ല ബാധിക്കുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഐയുടെ പാലക്കാട് ജില്ലാ ഘടകം തന്നെയാണ് ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ ആ പ്രതിഷേധത്തിലേക്ക് കടക്കാനിടയായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഈ നിലപാട് മാറ്റത്തിലേക്ക് വരെ വഴിവെച്ചിരിക്കുന്നത്. അതായത് ഈ കുടിവെള്ള ശോഷണം ഉണ്ടാകും അവിടെ എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രതിഷേധവുമായി പാലക്കാട് സിപിഐയുടെ ജില്ലാ ഘടകം രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായത്. അത് ബോധ്യപ്പെടുത്താൻ സിപിഐ പാലക്കാട് ജില്ലാ ഘടകത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നേതൃത്വത്തെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചുവടുമാറ്റത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അവിടെ 4 മന്ത്രിമാരടക്കം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ അവിടെ കൃത്യമായി സിപിഐയുടെ 4 മന്ത്രിമാരുടെ അടക്കം പങ്കാളിത്തമുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ കരാറിൽ അല്ലെങ്കിൽ ഇതുമായി ഒപ്പുവെച്ച് ഈ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ മുതൽ അവർ ഉന്നയിച്ച ചോദ്യമാണ് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ജലചൂഷണം ഉണ്ടാകുമോ എന്ന കാര്യം. പക്ഷേ അപ്പോൾ എക്സൈസ് മന്ത്രി നൽകിയ ഉറപ്പ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു മന്ത്രിമാർ തന്നെ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവിൽ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെയല്ല. പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സിപിഐക്ക് ഇതുമായി ബന്ധപ്പെട്ട എതിർസ്വരം കേൾക്കേണ്ടി വരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് എക്സിക്യൂട്ടീവിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പച്ചക്കൊടി കാട്ടാൻ, അതായത് ഇതുമായി മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞ അതേ ബിനോയ് വിശ്വം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ അത് കണക്കിലെടുത്തുകൊണ്ട് നിലപാട് മാറ്റത്തിന് തയ്യാറാക്കണമെന്ന കാര്യം മുന്നണിയെ അറിയിക്കും എന്ന തരത്തിലാണ് എക്സിക്യൂട്ടീവിലെ വിലയിരുത്തലുകൾ. അങ്ങനെയാണ് തീരുമാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് LDFന് ഏത് തരത്തിലായിരിക്കും പ്രതികൂലമായി ബാധിക്കുക, സർക്കാർ ഏത് തരത്തിൽ ഈ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകും, ഇതാണ് ഇനി അറിയാനുള്ളത്.
ഡാൻ, ഒരു തവണ ഇതുപോലൊരു ബ്രൂവറി വിഷയത്തിൽ സർക്കാരിന് കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പിറകോട്ട് പോകേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞാണ് അവർ ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഈ പദ്ധതി ഒരു തരത്തിലും ജലചൂഷണം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും, കാർഷിക മേഖലയ്ക്ക് ഗുണപ്രദമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് എം പി രാജേഷ് ഇതൊരു അഭിമാന പ്രശ്നമായി കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഇത് മുന്നണിയിൽ പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ അറിയാമായിരുന്നതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റസമ്മതം, എനിക്കിതിന്റെ ഗൗരവം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിതിന്റെ ഗൗരവം മനസ്സിലായില്ല എന്ന് പറയുന്നത് എത്രത്തോളം സർക്കാർ അംഗീകരിച്ചു കൊടുക്കും? സ്വാഭാവികമായും CPM-ന് ഒരു വലിയേട്ടൻ സ്വഭാവമുണ്ട് മുന്നണിക്കകത്ത് എന്നതൊക്കെ ഒരു പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ CPI-യുടെ ഈ ഒരു വിമർശനത്തെ എത്ര കണ്ട് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണണം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ആ പ്രാദേശികമായ എതിർപ്പുകളെയും പ്രതിപക്ഷമുയർത്തിയ വിമർശനങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ് എന്നൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്, എക്സൈസ് വകുപ്പ് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം, ഈ പ്രാദേശികമായ പ്രതിഷേധങ്ങൾ അത് പരിധി കടന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകളിലേക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് CPI ഇങ്ങനെയൊരു ചുവടുമാറ്റം, അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ സർക്കാർ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിലും CPI അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിലപാടിനെ സർക്കാർ ഏത് തരത്തിലായിരിക്കും നോക്കിക്കാണുക എന്നത് ഒരു വശം. മറ്റൊന്ന്, അവിടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം CPIക്ക് ഉണ്ടായിരുന്നു എന്ന് പൊതു തരങ്ങളിൽ ഒരു പ്രചാരണം സൃഷ്ടിക്കാൻ ഇതിനോടകം തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, തൊട്ടടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു വർഷം 1.5 വർഷത്തിനകത്ത് ഇതെല്ലാം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിരിക്കുന്ന ഈ എതിർസ്വരങ്ങൾ, അത് പ്രാദേശികമായ എതിർപ്പുകൾ വലിയ തരത്തിൽ ശക്തി പ്രാപിച്ചാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായി മാറുമെന്നൊരു വിലയിരുത്തൽ ഒരുപക്ഷെ CPIക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് നിർണായകമായി ഈ ഘട്ടത്തിൽ അവർ തയ്യാറായതെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രാദേശികമായ വികാരങ്ങൾക്കൊപ്പമാണ്, പ്രതിഷേധങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്നൊരു പൊതുപ്രതീതി സൃഷ്ടിക്കുന്നതിൽ CPI വിജയിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഉയരാൻ പോകുന്ന കാര്യം ഒരു അഭിമാന പ്രശ്നമാണ്. അതായത് MR അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് CPI മുമ്പോട്ട് വെച്ച ആവശ്യം പെട്ടെന്ന് സർക്കാർ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായത്. ആഭ്യന്തര വകുപ്പ് ഒരുപാട് നാളുകൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അന്വേഷണമൊക്കെ നടന്നതിന് ശേഷമാണ് ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാറിനെ മാറ്റുന്നത്. പക്ഷേ അതിനുള്ള ഇടവേളയിൽ, ഈ മാറ്റുന്നതിനുള്ള ഇടവേളയിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ CPIക്ക് കേൾക്കേണ്ടി വന്നു പുറത്തുനിന്ന്. അതായത് CPIയുടെ വാക്കിന് വിലയില്ലാതെ എന്തിന് സർക്കാരിന്റെ ഭാഗമായി മുന്നണിയിൽ തുടരണം എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ. സമാനമായൊരു സാഹചര്യം ഇവിടെയും ഉരുത്തിരിയുകയാണ്. ഇങ്ങനെയൊരു നിലപാട് ബിനോയ് വിശ്വം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമ്പോൾ മുന്നണി നേതൃത്വം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ? അതായത് ഈ പദ്ധതിയുമായി അഭിമാന പുരസ്സരം അവതരിപ്പിച്ച് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ തന്നെ ആണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അവിടെ CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിന്റെ പ്രസക്തി പിന്നെ എന്ത് എന്നൊരു വലിയ ചോദ്യമുയരും. മറിച്ച് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത നന്നേ കുറവാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സൈസ് മന്ത്രിയും സർക്കാരും ഇത് വലിയൊരു അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം പടിക്കൽ വെച്ച് പിൻവലിഞ്ഞാൽ അതുണ്ടാക്കാൻ ഇടയുള്ള ഒരു അഭിമാനക്ഷതം, അതിനെക്കുറിച്ചും വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന ഈ നിലപാട് ബിനോയ് വിശ്വം മുന്നണിയെ അറിയിക്കുമ്പോൾ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളായിരിക്കും ഈ വിഷയത്തിൽ ഇനി ഇതിന്റെ ഗതി നിർണ്ണയിക്കുക. തീർച്ചയായും ഡാൻ, അത് കാത്തിരിക്കാം. എന്താണ് മുന്നണി, ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുക എന്നത്. ഈ ബ്രൂവറി പദ്ധതി, ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബ്രൂവറി പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനെ തന്നെ നിർണ്ണയിക്കുക ഈ മുന്നണിയിൽ ഇക്കാര്യം അറിയിക്കുമ്പോൾ, CPI ഇക്കാര്യം അറിയിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാട് CPM സ്വീകരിക്കുമെന്നതായിരിക്കും.